ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ചിപ്പി എടുത്ത് പറയുന്നുണ്ട്, ഇഷിത, അതെ, നമ്മൾ ഈ കല്യാണത്തിന് പോകുമ്പോൾ കുറ്റം പറയരുത് മോളെ. ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണ് ആ പെൺകുട്ടിനെ കല്യാണം കഴിപ്പിച്ച് അയക്കണേന്ന് അറിയാവോ? ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും അവർ സദ്യ ഉണ്ടാക്കുന്നത്, കല്യാണം കഴിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥലം വിട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്നും പറയരുത് കേട്ടോ. കേട്ടല്ലോ, മനസ്സിലായി എന്ന് പറയാണ്. ശേഷം ചിപ്പി ചോദിക്കുന്നുണ്ട്, അതെ, ഇന്നലെ രാത്രി എന്തായിരുന്നു അമ്മയും അച്ഛനും തമ്മിൽ? എന്ത്? ആ, അച്ഛമ്മ പറയണത് ഞാൻ കേട്ടായിരുന്നു. ചീ, മിണ്ടാതിരിക്കടി കുസൃതിക്കാരി എന്ന് പറഞ്ഞിട്ട് വാ, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിത നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ടേബിളിലേക്ക് പോയിട്ട് ഇരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാമനാഥൻ, അതുപോലെ തന്നെ നമ്മുടെ മഹേഷും ഉണ്ട്, അതുപോലെ തന്നെ സ്വപ്നവലി ഉണ്ട്. അപ്പൊ അവർ വരുന്ന മുമ്പ് തന്നെ മഹേഷിനോട് രാമനാഥനും സ്വപ്നവലിയും ചോദിക്കണ്ടേ, അല്ല ആദ്യയുടെ കാര്യം ഇഷിത എടുത്ത് പറയണ്ടേ? വേണ്ട, അല്ല നമ്മൾ പറഞ്ഞില്ലെങ്കിൽ രജനിയോ ആകാശോ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഒരു പൊട്ടിത്തെറി നടക്കും. വിനോദിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. നോക്കാച്ച, എന്തായാലും ഇപ്പൊ ഒന്നും പറയണ്ട, വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും. ഇപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഒന്നും വേണ്ട എന്ന് മഹേഷ് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഇഷിത ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് മഞ്ജിമ സ്വപ്നനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കൊടുക്കണ്ട ഫുഡ് കൊടുക്കണ്ട എന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ചിപ്പിക്ക് 2 ദോശ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഇഷിത അടുത്ത് ചോദിക്കുന്നുണ്ട് ചിപ്പി, അല്ല അമ്മ ഇരിക്കുന്നില്ല? ആ, ഇരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ സ്വപ്നവലി ഓടിച്ചാടി വരുവാട്ടോ. അതെ ഇഷിത, നീ ഇന്ന് കഴിക്കണ്ട കേട്ടോ. അതെന്താ അമ്മേ? അല്ല, ഇനി 4 ദോശയെ ബാക്കിയുള്ളൂ, അത് ഞങ്ങൾക്ക് തന്നെ തികയില്ല അമ്മേ, നമുക്ക് ഷെയർ ചെയ്ത് കഴിച്ചാൽ പോരെ? അയ്യോ, ഷെയർ ചെയ്ത് കഴിക്കാനും പറ്റില്ല ഇഷിത. നോക്ക്, 2 ദോശ മഞ്ജിമയ്ക്ക് വേണം, 2 ദോശ എനിക്ക് വേണം, അതുകൊണ്ട് ഷെയർ ചെയ്യാനും പറ്റില്ല. നീ ഇന്ന് കഴിക്കണ്ട. ഒരു ദിവസം പട്ടിണി കിടന്നിട്ട് ഒന്നും സംഭവിക്കാൻ പോകണമെന്നില്ലല്ലോ. അമ്മേ, അമ്മ ഇന്ന് രാവിലെ എത്ര ദോശ കഴിച്ചു? ഞാൻ 2 ദോശ കഴിച്ചു. ഏ, അമ്മ 2 ദോശ കഴിച്ചോ? അമ്മ എടുത്ത് ഞാൻ പറഞ്ഞതല്ലേ, സൗന്ദര്യ മത്സരത്തിൽ പോണം, 1 ദോശ കഴിക്കാൻ പാടുന്നു, അപ്പൊ തന്നെ 2 കഴിച്ചല്ലേ? കൊള്ളാം, വണ്ണം കുറക്കണത് ഞാൻ പറഞ്ഞതല്ലേ. അമ്മ സൗന്ദര്യമായിരുന്നു, ഒട്ടും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അയ്യോ, കഴിച്ചത് കുഴപ്പമായി പോയാ? ആ, പിന്നെ കുഴപ്പമാവാതെ. ആ, എന്തായാലും ഇന്ന് കഴിച്ചത് കഴിച്ചു, ഇനിയിപ്പോ നാളെ മുതൽ ഞാൻ പറഞ്ഞിട്ടേ കഴിക്കാൻ പാടുട്ടോ. ഓ, അതത്രേ ഉള്ളൂ മോളെ. എന്നാ മോളൊരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്കേ. ദേ, മോള് 2 ദോശ കഴിച്ചേ എന്ന് പറയുമ്പോഴേക്കും മഞ്ജിമ വരുന്നുണ്ട്. അതെ, അത് എന്റെ ദോശയാ എന്ന് പറയുമ്പോ നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, അമ്മേ, ഇന്നലെ ഞാൻ നമ്മുടെ മഞ്ജിമ ചേച്ചിയുടെ ടെമ്പറേച്ചർ നോക്കിയായിരുന്നു, പനിക്കുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതെയോ? ആ, അതുകൊണ്ട് മഞ്ജിമ ചേച്ചി ഒന്നും കഴിക്കാതിരിക്കണേ നല്ല കേട്ടോ, പ്രത്യേകിച്ച് കട്ടിയാഹാരങ്ങൾ. അമ്മേ, ഇഷിത നുണ പറയാ, ഞാനേ പനിക്കണമൊന്നുമില്ല എനിക്ക് എന്ന് പറയുമ്പോ സ്വപ്നവലി പറയുന്നുണ്ട്, എടി മിണ്ടാതിരിയടി, മോളെ ഡോക്ടർ, നീ ഡോക്ടർ ഒന്നല്ലല്ലോ, അതുകൊണ്ട് മോള് പറഞ്ഞത് നീ അനുസരിച്ചാൽ മതി. മഞ്ജുവേ, നീ ഉച്ചക്കൊന്നും കഴിക്കണ്ടോ, മോള് പറഞ്ഞത് എന്താണോ അത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇഷിതയ്ക്ക് 2 ദോശ വിളമ്പി കൊടുക്കുകയാണ്. മോളെ, ഞാൻ സാമ്പാർ ഇട്ടരട്ടെ? ഇട്ടോ അമ്മേ. ആ, സാമ്പാർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ രാമനാഥനും അതുപോലെ തന്നെ മഹേഷും ഇന്ന് പരസ്പരം ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഷിതയെ നോക്കി ചിപ്പിയാണെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ ഇഷിത കണ്ണടച്ച് കാണിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന മാഷിനെയും പ്രിയാമണിനെയും ആട്ടോ. പ്രിയാമണി മാഷും കൂടി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പൊ പ്രിയാമണി പറയുന്നുണ്ട്, മാഷെ, പത്രത്തിലൊക്കെ എന്തൊക്കെയാ വാർത്തയല്ലേ? മാഷ് പറയുന്നുണ്ട്, അതെ അതെ, നോക്കിക്കേ, സാമ്പത്തിക പ്രതിസന്ധി, സംസ്ഥാനത്ത് ഇനി ആകെ സാമ്പത്തിക പ്രതിസന്ധി. മന്ത്രിമാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെയും സാലറി വർദ്ധിപ്പിക്കും. ഇതാ ഞാൻ പറഞ്ഞ പത്രം വായിക്കണ്ടെന്ന്. വൈദ്യുതി ബില്ല് ഇനിയും കൂട്ടും. എന്റെ മാഷെ, ഇതൊന്നും വായിക്കാതിരിക്കുക. ഇതേ ഞാൻ വായിക്കുന്ന കണ്ടില്ലേ, വാരഫലം മാത്രം. പത്രക്കാർക്ക് വേണമെങ്കിൽ ഈ വാരഫലത്തിന്റെ പേജ് മാത്രം തന്നു വിട്ടാൽ മതിയായിരുന്നു. വാരഫലത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, മാഷിന്റെ വാരഫലം വേണേ ഞാൻ വായിക്കാം. സന്താന ഭാഗ്യം. എനിക്ക് സന്താന ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലോ, 2 പെമ്മകളെ കിട്ടിയിട്ടില്ലേ? ആ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയ മാഷെ, പഴയ കാലത്തേക്ക് ഇഷിതയും അഷിതയും ഉണ്ടായ കാലം. അന്നൊക്കെ എന്ത് രസമായിരുന്നല്ലേ? എന്താടോ തനിക്ക് ഇപ്പൊ വീണ്ടും ആ കാലത്തേക്ക് പോവാൻ തോന്നുന്നുണ്ടോ? ഇനി പോവാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞേ പോവാൻ പറ്റില്ലെന്ന്? നമുക്ക് വേണമെങ്കിൽ ഇനി സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുമല്ലോ. താൻ കണ്ടില്ല പത്രത്തിൽ 70 80 കഴിഞ്ഞ ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നത്? അയ്യോ, അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലേ തോർത്തുമുണ്ട് എടുത്തിട്ട് തലയെ കൂടിയിട്ട് പോകേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇഷിതക്കും അഷിതക്കും ഒരു അനിയനെയോ അനിയത്തിനെയോ കൂടി കൊടുക്കാൻ പറ്റുമെങ്കിലോ? ഞാൻ പറഞ്ഞില്ലേ മാഷെ, തലയെ കൂടി മുണ്ടിട്ടിട്ടെ നമുക്ക് ഓടേണ്ടി വരുമെന്ന്. പോടോ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ പ്രിയാമണി പണ്ട് ഞാൻ വെറുതെ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ചെടുത്തേ, എനിക്ക് പഴയ കാലത്തേക്ക് ഒന്നും പോകണ്ട എന്ന് പ്രിയാമണി പറയാ കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, എന്താ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കണത്? പിള്ളേർക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അതെ, പിള്ളേരുടെ സംശയങ്ങൾക്ക് മുതിർന്നവർ തീർത്തു കൊടുക്കണമെന്ന് പറയാറ്. ഇളയമ്മേ, എന്താ സംസാരിച്ചത്? അതോ ഞങ്ങൾ പിള്ളേരെ കുറിച്ച് സംസാരിച്ചത്? പിള്ളേരെ കുറിച്ചോ? ഏത് പിള്ളേരെ കുറിച്ച്? എനിക്കും കൂടി പറഞ്ഞു താ, ഞാനും കൂടി കേൾക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് ചിപ്പിയും അതുപോലെ തന്നെ ഇഷിതയും മഹേഷും കൂടി വരുവാട്ടോ.
അങ്ങനെ ചെപ്പി മഹേഷും വരുമ്പോ തന്നെ പ്രിയാമണി ചോദിക്കണ്ട ആ മക്കളെ ചായ എടുക്കട്ടെ. ഇഷിത പറയണ്ടേ വേണ്ടമ്മേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ളൂ. ചിപ്പിന സ്കൂൾ ബസ് വരും അതിൽ കയറ്റി വിടണം. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അതെവിടെയാ മോളെ? അഷിതേശ്വര വീട്ടില്. ഓ അതെ മഹേഷിന് ചിലപ്പോ മനസ്സിയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും കേട്ടോ. കാരണം വെഡിങ് ആനിവേഴ്സറിക്ക് നല്ല രീതിയിൽ തന്നെ മഹേഷ് പറഞ്ഞല്ലോ അതിന്റെ ചുരുക്കം ഉണ്ടാകും. പിന്നെ ഇഷിത കൈ പൊക്കി അവരുടെ സാരിൽ വെള്ളം ഒഴിച്ചു. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇഷിതക്കും കിട്ടും എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ മഹേഷ് പറയണ്ട് അതെ അതെ മധ്യാനന്തര കളരിപ്പയറ്റ് എന്ന് പറയുമ്പോഴേക്കോ നമ്മുടെ ഇഷിത പറയുന്നുണ്ട് മഹേഷിനോട് അതെ മധ്യാനന്തര കളരിപ്പയറ്റ് കളിച്ചത് ഞാൻ മാത്രമല്ല. മഹേഷ് മദ്യം കുടിച്ച് ആകെ ഫിറ്റായിട്ട് ആദ്യ ഭാര്യയുടെ വീട്ടിൽ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങിയത് ഞാനിവിടെ പറയണോ എന്ന് ചോദിക്കുമ്പോ എന്താ മോളെ ഒരു കുശുകുശുക്ക്? ഒന്നുമില്ലച്ച ഞാനേ ഒരു വീരനായകന്റെ കഥ പറയായിരുന്നു. ഓ അങ്ങനെ എന്ന് പറയണ അല്ല എപ്പോഴാ നിങ്ങൾ ഇറങ്ങുന്ന? ഇപ്പൊ തന്നെ ഇറങ്ങുമേ എന്നിങ്ങനെ പറയണം. അപ്പോഴേക്കും നമ്മുടെ മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാട്ടോ. ഹലോ ഹലോ എടാ ഞാനാടാ ആകാശ്. ഫോൺ വെക്കല്ലേ നിനക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. സന്തോഷ വാർത്തയോ? അതെ നിന്റെ മോനെ ഭയങ്കര കുറ്റബോധം. ബർത്ത്ഡേക്ക് നിന്നെ വിളിച്ചിട്ട് നിന്നെ അപമാനപ്പെടുത്തിയല്ലോ അതിന് അവന് ഭയങ്കര വിഷമമുണ്ട്. ഭയങ്കര കുറ്റബോധം. അവൻ ഭയങ്കര വിഷമത്തിലാ. ഞാൻ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. എനിക്ക് താല്പര്യമൊന്നും ഇല്ലാതെ നിന്നെ വിളിക്കാൻ. പിന്നെ കീഴടങ്ങി. അവന്റെ ആഗ്രഹമല്ലേ നടത്തി കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കാവേ നീ ഒന്ന് ഫോൺ വെക്കല്ലേ. ശരി എന്ന് മഹേഷ് പറയാണ്. അങ്ങനെ നമ്മുടെ ആകാശ് വേഗം പോയിട്ട് നമ്മുടെ ആദ്യയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാട്ടോ. മോനെ ഇന്ന ഫോൺ. ആരാ? ഫോൺ സംസാരിക്കേ എന്ന് പറയാണ്. ഹലോ എന്ന് ആദ്യം പറയുമ്പോ മോനെ അയ്യേ നിങ്ങളായിരുന്നോ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്നോട് സംസാരിക്കണ്ട ഫോൺ വിളിക്കണ്ട എന്നൊക്കെ. നിങ്ങൾ എന്തിനെ വിളിച്ചത്? ഐ ഹേറ്റ് യു പോ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ആ സമയത്ത് ആകാശ് പറയാൻ ചിരിച്ചോണ്ട് പറഞ്ഞടാ നിന്റെ മോനെ ഇത് തിരിച്ചു ഊട്ടിക്ക് പോവാ. അപ്പൊ അതിനു മുമ്പ് നിന്റെ മുഖത്തിട്ടുന്ന അടിച്ചിട്ട് പോകാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞതോട് വിശ്വസിച്ചോടെ മണ്ട മരം മണ്ട. നിന്റെ മോനെ എന്തിനെ വളർത്തണെന്നറിയാവോ? നിന്റെ മുഖത്തടിക്കാൻ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി. അത് വിശ്വസിച്ചു മണ്ടൻ മരം മണ്ടൻ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് മഹേഷ് പെട്ടെന്ന് ഫോൺ വെക്കുവാട്ടോ. ആകാശ് പൊട്ടിച്ചിരിക്കുകയാണോ? അയ്യോ പാവം ഫീലായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആകാശ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാട്ടോ. പിന്നീട് കാണിക്കുന്ന മനസ്സുനിയുടെ വീടാട്ടോ. മനസ്സുയുടെ വീട്ടിൽ നമ്മുടെ ഈശ്വരി ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഷിത ഒരു ഗ്ലാസ് ചായ ഇട്ട് വരുന്നുണ്ട്. അതെ ഇനി അങ്ങോട്ട് 4 ദിവസം സൂരജിന്റെ സ്കൂളിൽ അവധിയാണ്. സൂരജ് അപ്പൂപ്പന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. ഞാൻ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. സമ്മതിക്കുന്നു നീ പറഞ്ഞു. ഞാൻ സമ്മതിക്കുന്നു നീ പറഞ്ഞു. അതെ എവിടെ പോണെന്ന് അവൻ പറഞ്ഞത്? അപ്പൂപ്പന്റെ വീട്ടില്. എനിക്കൊരു വീട് അറിയായിരുന്നു അപ്പൂപ്പൻ എന്ന് പറഞ്ഞത്. നിന്റെ വീട് അതായത് എന്റെ അച്ഛന്റെ അമ്മായിമ്മയുടെ വീട്. കുറച്ചു നാൾ മുമ്പ് അവരെന്നെ സർവന്റിനെ പോലെ കാണുന്നു മനസ്സിലാക്കിയപ്പോ അതങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇപ്പൊ അത് വെറും ഒരു വീടാണ്. നിന്റെ ഇഷിതയുടെ അമ്മയുടെ ഇഷിതയുടെ അമ്മയുടെ അച്ഛന്റെ വീട്. ഇഷിതയുടെ ഭർത്താവായ അമ്മായി അച്ഛന്റെ അമ്മായിമ്മയുടെ വീട്. അങ്ങനെ പറഞ്ഞതായിരിക്കും ശരി. ഈശ്വരേട്ട അവരങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. മതി നീ പറഞ്ഞത് ഇനി ഞാൻ കേൾക്കില്ല. അവര് എന്റെക്ക് ആരൊക്കെയോ ആയിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ ആരുമല്ല എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് അത് കേട്ടുകൊണ്ട് നമ്മുടെ മനസ്സിന് വരുന്നുണ്ട് കേട്ടോ. നീ ഇപ്പോഴെങ്കിലും അത് സമ്മതിച്ചല്ലോ. അന്ന് എന്തായിരുന്നു അവളുടെ ഒരു പ്രസംഗം? അവൾ എപ്പോഴും നമ്മുടെ വീടിനെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം നോക്കിയിട്ടുള്ളൂ. ഈശിത ആദ്യം എന്റെ മോനെ ചതിച്ചു. പിന്നെ അവന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി. എന്നിട്ട് അതും പോരാണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് അവൾ എന്തൊക്കെയാ ചെയ്തത്? ഞാൻ അവളുടെ എല്ലാ തെറ്റും മറന്ന് അവളെ കല്യാണം നല്ല അതിഗംഭീരമായിട്ട് നടത്തി കൊടുക്കാൻ സഹായിച്ചില്ലേ? അവളെ ഒരു അമ്മയെ പോലെ അനുഗ്രഹിച്ചില്ലേ? എന്നിട്ട് അവൾ എന്നോട് എന്താ ചെയ്തത്? എന്റെ മുഖത്തടിച്ചു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്കും മറക്കാൻ പറ്റില്ല അമ്മേ എന്ന് ഈശ്വരി പറയുമ്പോ നീ മറക്കും. എപ്പോഴാന്നറിയാവോ? നിന്റെ ഭാര്യ രാത്രി തലവണ അടുപ്പിച്ച് വെച്ച് കാത് കടിക്കുമ്പോ നീ എല്ലാം മറക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൂടെ നോക്കുവാണ് അഷിത. ആ സമയത്ത് മനസ്സിൽ വേണ്ട എന്താണ് നീ നോക്കണത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അവളുടെ ഒരു വീട് പോലും രണ്ടെണ്ണത്തിനും ആരും ഈ ഭാഗത്തേക്ക് അടുപ്പിക്കരുത്. നിങ്ങൾ അങ്ങോട്ടേക്കും പോകരുത്. ചെറ്റക്കൂട്ടങ്ങള്. അമ്മേ മതി. എന്റെ വീട്ടുകാരെ കുറിച്ച് ഒന്നും പറയരുത്. കണ്ടോടെ ഈശ്വരി ഇവളുടെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോഴേ ഇവൾക്ക് പൊള്ളുന്നുണ്ട് എന്ന് പറയുമ്പോ അതേ അമ്മേ പൊള്ളുന്നുണ്ട്. പൊള്ളിക്കനെ നീ എന്ത് ചെയ്യോടി? പൊള്ളിക്കനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അഷിത അകത്തേക്ക് കയറി പോവാട്ടോ. അപ്പോഴേക്കും ആ വീട്ടിലേക്ക് നമ്മുടെ ഇഷിതയും മഹേഷിന്റെ കാറ് വന്ന് അടുക്കുവാട്ടോ. കാറിൽ നിന്ന് ഇറങ്ങാൻ മുമ്പ് തന്നെ ഇഷിത പറയുന്നുണ്ട് അതെ മനസ്സുനിയമ്മ ചിലപ്പോഴേ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും കേട്ടോ. അഭിനയിച്ച് തകർക്കണേ. അത് പിന്നെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോടോ? അത് ശരിയാ. അഭിനയ ചക്രവർത്തിയല്ലേ ഇരിക്കണത്. താൻ ഇറങ്ങ്. പിന്നെ മനസ്സുനിയമ്മ നിലപ്പം നമ്മളോട് വല്ലാതെ ദേഷ്യമായിരിക്കും എന്ന് പറയുമ്പോ അതൊക്കെ നമുക്ക് നോക്കാടോ. ഇറങ്ങാൻ നേരത്തൊരു കാര്യം എടുക്കാൻ മറന്നു എന്ന് മഹേഷ് പറയാണ്. അതെന്താ? പൂജാമണിയെ മനസ്സുനിയമ്മ എന്ന് പൂജിച്ച് അകത്ത് കയറായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ഇഷിത ചിരിക്കും കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോ തന്നെ മനസ്സിനെ അങ്ങോട്ടേക്ക് വരുവാണ്. ദേഷ്യത്തോടു കൂടി തന്നെ അവരിങ്ങനെ നോക്കുക. മനസ്സിനെ അടുത്തേക്ക് വരുവാട്ടോ. ആരാ എന്ന് ചോദിക്കാൻ മഹേഷിനത്. മഹേഷ് അപ്പൊ തന്നെ കണ്ടു ഇഷിത അതേ വിക്ടം
അതന്നെ വിറ്റോ എന്ന് പറയാണ്. നീ എന്താടാ ആളെ കളിയാക്കുവാണോ? അല്ലല്ല, എനിക്കൊരു ഇളയമുണ്ടായിരുന്നു, ശങ്കരിദാസ് IAS. പക്ഷെ മരിച്ചുപോയി. ഇതേ നിറം, ഇതേ പൊക്കം, ഇതേപോലെ തന്നെ ഇരിക്കുന്നു. എനിക്ക് എപ്പോഴും മനസ്സിനെ കണ്ട എന്റെ ഇളയമ്മനെ പോലെ തോന്നും. ഇളയമ്മയുടെ അതേ സ്വഭാവം തന്നെയാ. ഇളയമ്മ എപ്പോഴും കണ്ടതിന് ഒരു ചോദ്യം, ആരാ, എന്താ, എന്തിനാ വന്നതെന്നൊക്കെ. പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ എന്നെന്ത് സ്നേഹമാണെന്നറിയാവോ? എനിക്ക് ഇളയമ്മന് ഓർമ്മ വരും, എനിക്ക് സങ്കടം വരും എന്നൊക്കെ പറയാണ്. സത്യമാണോ? എന്നെ കണ്ട ഒരു IAS കാരനെ പോലുണ്ടോ? പിന്നല്ലാതെ അതിനേക്കാളും ഭയങ്കര മതിപ്പ മുഖത്ത്. അത്ര ചൈതന്യ, അത്ര സുന്ദരിയ മനസ്സിനി അമ്മ എന്ന് പറയാണ്. അതെയോ? അതേന്നേ. അതെ, അതുകൊണ്ട് ഇളയമ്മ എന്നെ അനുഗ്രഹിക്കണം, എന്റെ ഇളയമ്മയായിട്ട് കണ്ടോട്ടെ. പിന്നെ മോന്റെ ഇളയമ്മയായിട്ട് കണ്ടോ? കാരി എന്താണ്, ശങ്കരിദാസിനെ പോലെ എന്നെ കണ്ടോ കേട്ടോ എന്ന് നമ്മുടെ മനസ്സിന് പറയുമ്പോൾ, എന്നാ ഇളയമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് കാലി വീഴണം. അയ്യോ മോൻ നന്നായിട്ട് വരും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിഷിത പറയുന്നുണ്ട്, അതെ മഹേഷേ, ഇളയമ്മ എന്ന് പറയുമ്പോൾ എന്റെ ഇളയമ്മയായിട്ട് വരില്ല, അപ്പൊ ഞാനും കാലി വീണിട്ട് വീണോ എന്ന് പറയാണ്. അങ്ങനെ മനസ്സിലൂടെ കാലിലേക്ക് വീണ ഇഷിത, അതെ എന്നെ അനുഗ്രഹിക്കണം. രണ്ടുപേരെ അനുഗ്രഹിച്ചിരിക്കുന്നു. മഹേഷേ മോനെ, എന്താ ഇളയമ്മേ? അതെ, ശരിക്കും ഈസുകാരനെ പോലെ തന്നെയുണ്ടോ? പിന്നല്ലാതെ അതേപോലെ തന്നെ. അയ്യോ, രണ്ടുപേരും വാ, നിപ്പ് നിൽക്കാതെ രണ്ടുപേരും വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ മനസ്സിന് മുമ്പിൽ നടക്കുമ്പോ തന്നെ ഇഷിത മഹേഷിനടുത്ത് ചോദിക്കുന്നുണ്ട്, എന്റെ കാലമാടാ, ഞാൻ സമ്മതിച്ചു. ആരായി ശങ്കരിദാസ് IAS? ആർക്കറിയാം, താൻ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അകത്തേക്ക് പോകുവാണ്. അങ്ങനെ അകത്ത് കയറിയിട്ട് മഹേഷിനടുത്തും ഇഷിതടുത്തും മനസ്സിന് പറയുന്നുണ്ട്, അതെ ഇരിക്കെ. അയ്യോ ഇഷിത കണ്ടില്ലേ, ഇതാ IAS ആട്ടിത്യം എന്ന് പറയണത്. ഇളയമ്മ ഇങ്ങനെ തന്നെയായിരുന്നു, അകത്ത് കേട്ട് ഇരിക്കും മോനെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കൂ, എന്നിട്ടൊരു ഗ്ലാസ് ചായയും തരും എന്ന് പറയാണ്. അപ്പോഴേക്കും ഈശ്വരൻ ഇങ്ങനെ വിളിക്കുവാട്ടെ നമ്മുടെ മനസ്സിനിയമ്മ, മഹേശ്വരെ ഇങ്ങോട്ട് വാടാ, ഇത് ആരൊക്കെയാ വന്നേന്ന് നോക്കിയെന്ന് പറയുമ്പോൾ മഹേശ്വർ വരുന്നുണ്ട്. ഈശ്വർ പറയുന്നുണ്ട്, ഓ ഇവരായിരുന്നോ, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ നിൽക്കുമായിരുന്നു. മഹേഷ്, നീ എന്താടാ വീട്ടിൽ വന്നപ്പോ എന്റെ അമ്മയുടെ ചെയ്തത്? അയ്യോ എന്റെ IAS ഇളയമ്മേ, ഇളയമ്മക്കും ഇതുപോലത്തെ ഒരു മകനുണ്ടായിരുന്നു, ഭയങ്കര അലമ്പനായിരുന്നു. അയ്യോ അതുപോലെയാണ് ചേട്ടൻ ഞാൻ പറയില്ല കേട്ടോ. എന്നാലും ആട്ടിത്തുള്ളവരുടെ വീട്ടിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവോ? എടാ നോക്കിക്കേ, ഒരാള് വീട്ടിലേക്ക് വരുമ്പോ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഈശ്വരൻ പറയാണ്. അതെ, ഞാൻ ആട്ടിത്തുള്ളൊരു വീട്ടമ്മയാണെന്ന് നിനക്കറിയില്ലേ, മര്യാദക്ക് സംസാരിക്കടാ, മഹേഷ് ദേഷ്യത്തെ സംസാരിക്കടാ എന്ന് ഈശ്വരനോട് പറയാണ്. അപ്പൊ തന്നെ ഈശ്വരന്റെ കാര്യം മനസ്സിലായി. മഹേഷ്, അനിയ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? നന്നായി പോകുന്നു ചേട്ടാ. ചേട്ടന്റെ ജോലിയോ? നന്നായി പോകുന്നു. അപ്പോഴേക്കും ഇഷിത അടുത്ത് മഹേഷ് പറയുന്നുണ്ട്, കേട്ടില്ലേ ഇഷിത, ചേട്ടന്റെ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന്. എടാ നീ ഇങ്ങോട്ട് വന്നേടാ, കുടിക്കാൻ ഇതിലൊക്കെ എടുക്കണം, വാടാ എന്ന് പറഞ്ഞിട്ട് ഈശ്വരനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവാണ്. അത് കേൾക്കുമ്പോ അഷിതയാണെങ്കിൽ മുഖത്ത് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അഷിത ചോദിക്കണ്ട്, അല്ല മഹേഷ്, ആരായി ശങ്കരിദാസ് IAS? ആർക്കറിയാം, ഈ ഭൂമിയിൽ ജനിക്കേണ്ട ഏതോ ഒരു IAS ആയിരുന്നു എന്ന് പറയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ ഫുള്ള് ബ്ലാങ്ക് ആണേ. നിങ്ങൾ വന്ന് അടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന അകത്ത് കയറി പോയത്. അതെ മഹേഷ് ഇനി അടിക്കാനും പിടിക്കാനും എന്ത് സാധനം എടുക്കാൻ വേണ്ടി പോയതാണോ നിശ്ചിത ചോദിക്കുമ്പോ, അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വന്നെങ്കിൽ ഞാനെടുത്തോടും, താനല്ല അടി മേടിച്ചോളണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ മനസ്സിന് ഈശ്വരും വീട്ടും പലഹാരവും ജ്യൂസൊക്കെ ആയിട്ട് വരുവാട്ടോ. ആ സമയത്ത് മഹേഷ്, അയ്യോ ഇഷിത നോക്കിക്കേ, എന്റെ ഇളയമയെ പോലെ തന്നെ, ഇളയമ ഇങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ ജ്യൂസും പലഹാരവും മസ്റ്റാണ്. ഞാൻ എന്റെ ഇളയമായിട്ട് കണ്ടോട്ടെ, സ്വന്തം ഇളയമായിട്ട് കണ്ടോട്ടെ, കണ്ടു മോനെ എന്നിങ്ങനെ പറയാണ് മനസ്സിന്. അയ്യോ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണ പോലെ മഹേഷ് രണ്ടു തോളത്തും കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, എന്റെ ഇളയമ്മ വീണ്ടും വന്നു, ജീവനോടെ വന്നു. അപ്പോൾ ഞാൻ ഇടക്കിടക്ക് ഇങ്ങോട്ട് വന്നോട്ടെ, മോൻ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരണം, എന്നെ ഇടക്കിടക്ക് കാണാൻ വേണ്ടി മോൻ വരണം. ഇഷിതയോ, അപ്പോ ഇഷിത നിന്റെ ഭാര്യയില്ലേ, അവളും വന്നോട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷിതക്ക് ചിരി വരുവാണ്, അഷിതക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുമ്പോൾ തന്നെ ഇഷിതയും അതുപോലെ തന്നെ മഹേഷും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോകുക കേട്ടോ. ആ സമയത്ത് പോയി കഴിയുമ്പോഴേക്കും മനസ്സിന് അഷിതത്ത് പറഞ്ഞിട്ട്, നീ വിചാരിച്ചോടി അവന്റെ അഭിനയവും എളിപ്പിയൊക്കെ കണ്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചെന്ന് എന്ന് പറയുമ്പോഴേക്കും അഷിത ആകെ ഞെട്ടിപ്പോകുക കേട്ടോ. മനസ്സിന് പകരം വീട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ നമ്മുടെ വിനോദം തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് റെസ്റ്റോറന്റ് വെച്ചിട്ട്. അവർ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുകയാണ്. അതേസമയം ആ റെസ്റ്റോറന്റിൽ തന്നെ വിനോദും അതുപോലെ തന്നെ മഹേഷും കൂടി സംസാരിക്കാൻ വേണ്ടി വരുക കേട്ടോ. മഹേഷ് വിനോദിനോട് പറയുന്നുണ്ട്, മുമ്പ് വരെ എനിക്ക് അവനെ അറിയാനേ ഇല്ലായിരുന്നു, പക്ഷെ അവനിപ്പോൾ അവന്റെ തെറ്റൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനിപ്പോൾ മനസ്സിലാവുന്നുണ്ട് വിനോദ്, വിവേക് അവനിപ്പോൾ നല്ല കുട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിനോദിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മഹേഷിനെ കുറിച്ച് വിനോദാണെന്നുണ്ടെങ്കിൽ ഇഷിതടുത്ത് പറയുന്നുണ്ട് കേട്ടോ, എനിക്കൊരു ഏട്ടനുണ്ട് മഹേഷ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴും നമ്മുടെ ഇഷിതാകെ ഞെട്ടിപ്പോണം. അങ്ങനെ മഹേഷ് സത്യങ്ങളൊക്കെ ഇഷിതടുത്ത് പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.